ഹലോ, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ എന്ത് പറയാനാണ് വന്നതെന്നറിയാം. ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു സംഭവം കണ്ട്. എന്താണെന്നറിയോ, മുടിമ കെട്ടിയ ക്ലിപ്പ് അവിടെ ഊരി അവിടെ വെച്ചാൽ 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ക്ലിപ്പ് നോക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, എവിടെ കൊണ്ടുവച്ചതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. ഇങ്ങനെ തെരഞ്ഞ് നടക്കും. അതേസമയം 5 വർഷം മുന്നേ 10 വർഷം മുന്നേ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ അമ്മയമ്മ അമ്മാസന അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കിട്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മയിലുണ്ടാവും. എന്തൊക്കെ പറഞ്ഞു അത് ഓർമ്മയിലുണ്ടാവും. അങ്ങനെയാണ് വീഡിയോ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ അത് സത്യമാണ്. കാരണം എന്താണെന്നറിയോ, നമ്മളിപ്പോൾ എന്തിനു പറയണത്, ഇപ്പോൾ ഒരു മീൻ മുറിച്ചിട്ട് കത്തി അവിടെ വെച്ച് എന്നിട്ട് അത് ആ മീനൊക്കെ മീൻ കഴുകി അത് നമ്മൾ കറി വെക്കാൻ നേരത്ത് അതപ്പം തന്നെ കറി വെക്കുമ്പോൾ അതിനൊരു തക്കാളി അരിയാൻ, അതിൽക്കൊരു പച്ചമുളക് അരിയാൻ ആ കത്തി നോക്കിയാൽ കാണില്ല. തെരഞ്ഞ് ലോകൊട്ടാകെ തിരയണം, എന്നാലും അത് കിട്ടൂല. എന്നിട്ട് വേണമെങ്കിൽ എടുക്കാത്ത കത്തി എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു കൊടുത്തിട്ട് വേണ്ടേര് മുറിക്കണമെങ്കിൽ, എന്നിട്ട് അത് മുറിച്ച് അവിടെ വെച്ചാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ കാണാം ആ കത്തി അവിടെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. എവിടെ നോക്കിയാലും എന്ത് സാധനം എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ അത് കാണില്ല. എവിടേക്കെങ്കിലും പോകണം നേരത്തെ മുടിയുമ്പോൾ കുത്തൊരു സൂചിപ്പിന്നെ തിരഞ്ഞാൽ കാണില്ല, സ്ലൈഡ് വെച്ച് കൊടുത്ത് കാണില്ല. അതുപോലെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഷാള് കാണില്ല, ഒന്ന് പാൻറ്റ് കിട്ടിയാൽ ഷാള് കാണില്ല, ഷാള് കിട്ടിയാൽ ജുബ്ബ കാണില്ല. അങ്ങനെ അത് തിരഞ്ഞ് നടക്കണ്ടേ. ഈ പറഞ്ഞ പോലെ ആരേലായിട്ട് വഴക്കടിക്കാനൊന്ന് പുറപ്പെട്ടാണ്ടല്ലോ 25 കൊല്ലം മുന്നേ 40 കൊല്ലം മുന്നേ പറഞ്ഞതൊക്കെ ഓർമ്മയിലുണ്ടാവും. അങ്ങനെയാണ് മനുഷ്യരുടെ അവസ്ഥ. മനുഷ്യരുടെ അല്ല കേട്ടോ, പെണ്ണുങ്ങളുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ. അത് പെണ്ണുങ്ങൾ അങ്ങനെയാണ് അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ. അതായത് മുടിമര കെട്ടിയത് ക്ലിപ്പ് ഊരി അവിടെ വെച്ചിട്ട് അത് ഓർമ്മ ഉണ്ടാവില്ല എവിടെ വെച്ചെന്ന്. പക്ഷെ 5 വർഷം മുന്നേ 10 വർഷം മുന്നേ ഒക്കെ ഭർത്താവോ മറ്റുള്ളവരൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല ഓർമ്മയിലുണ്ടാവും ഭാര്യയ്ക്ക്. അതാണ് പെണ്ണ്, അതാണ് ഭാര്യ എന്ന് അങ്ങനെ പറഞ്ഞതിട്ടന്ന് അല്ല റീൽസിൽ കണ്ടത്. അപ്പം അത് ശരിയാണെന്നാണ് ഞാൻ പറയണത്. കുറേയൊക്കെ അത് ശരിയാ, പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെ. പിന്നെ എന്താ പറയുക, അതാണ് പെണ്ണുങ്ങളങ്ങനെയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, 2-3 കാര്യങ്ങൾ ചെയ്താൽ ദാരിദ്ര്യം വരുമെന്ന് വേറൊരു പോസ്റ്റ് കണ്ടിട്ടാണ്. അതായത് ഉടുത്ത ഡ്രസ്സ് കൊണ്ട് മുഖം തുടച്ചാൽ ദാരിദ്ര്യം വരും. പിന്നെ വേറെന്താ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടാ, അങ്ങനെയൊക്കെ ചെയ്താൽ ദാരിദ്ര്യം വരും എന്ന് പറഞ്ഞു. അതേപോലെ രാത്രി തല ഈരിയാൽ, അതേപോലെ രാത്രി കണ്ണാടി നോക്കിയാൽ ഒക്കെ ദാരിദ്ര്യം വരും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറയണത് എന്താണെന്നറിയാം, ഇതുകൊണ്ടൊന്നും ദാരിദ്ര്യം വരില്ല. ദാരിദ്ര്യം രാത്രിയാകുമ്പോൾ കണ്ണാടി നോക്കിച്ചിട്ടോ അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ തല ഈർന്നു എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു തോർത്തപ്പോൾ തോളിക്ക് എടുക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ ഒരു ഷാള് തോളിൽ എടുക്കുന്നുണ്ടാവും. അത് ഇപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നമുക്കിപ്പോൾ അതുകൊണ്ട് മുഖം തുടച്ചിട്ടൊന്നും ദാരിദ്ര്യം വരില്ല. പക്ഷെ ദാരിദ്ര്യം ഉണ്ടാവണത് വരുമാനം ഉണ്ടെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. വരുമാനം ഇല്ല എന്നുണ്ടെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവും. അതിൻ്റെ കിടപ്പ് അങ്ങനെയാണ്. വരുമാനം ഉണ്ടെങ്കിൽ തന്നെ ദാരിദ്ര്യം മാറുള്ളൂ.
വരുമാനം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ ദാരിദ്ര്യം ഉണ്ടാവും. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതൊക്കെ തന്നെയല്ലേ ദാരിദ്ര്യം എന്ന് പറയുന്ന സംഭവം. അതാണല്ലോ. അപ്പം അത് വരുമാനം ഉണ്ടെങ്കിൽ ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ല. മുഖം തുടച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കണ്ണാടി നോക്കിയതുകൊണ്ടോ തല കീറുന്നതുകൊണ്ടോ ഒന്നല്ല ആ ദാരിദ്ര്യം വരുന്നത്. വരുമാനം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ദാരിദ്ര്യം വരുന്നത്.